ഇല്ലമ്മ, ഞാൻ വരും. വരാതിരിക്കൂല, ഉറപ്പാണ്. ഓ, ഫ്രിഡ്ജിമത്തെ വള്ളാണല്ലോ ഈ ഒലിച്ചു പോണത്. ഇവളിത് എവിടെ പോയി കെടുക്കാണ് ഈ അടുക്കളൊന്നും വൃത്തിയാക്കാതെ? അടുക്കള മൊത്തം വള്ളാണ്. ആരോടാ പോയി ഇവളീ വർത്താനം പറഞ്ഞത്? ഓ, പെരേക്ക് നോമ്പറക്കാൻ പോവാനാണ് ഈ വിളിച്ച് സൽക്കാരം വരുത്തുന്നത് അല്ലേ? തള്ളക്ക് വേറെ ഒരു പണിയില്ല. ഇക്കാനോട് ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞത് എന്താ, പോയിക്കോന്ന് പറഞ്ഞിക്കണ്. പിന്നെ ഇപ്പൊ എന്താ പേടിക്കാന്? ഇമ്മാനോട് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട്. ഓ ഓ ഇജ്ജ് പോവും. അന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് പോയിപ്പിക്കും. പിന്നെ അന്റെ ഇക്കാന്റെ സമ്മതം മാത്രം മതിയല്ലോ ഇവിടെ, വേറെ ഒരാളെ സമ്മതം വേണ്ട. എന്താ അവളെ വർത്താനം? ഞാൻ വരാന്ന്. അന്നെ ഞാൻ വല്ലാതെ പോയിപ്പിച്ചരാ എന്റെ പെരേക്ക് നോമ്പ് തുറക്കാൻ. ഇവിടുത്തെ പണി നട്ട് അന്റെ ആര് വന്നെടുക്കാനാണ് ഇവിടെ? ഇല്ല, പിന്നെ ഇന്നെ ഒറ്റക്കാക്കി കണ്ടോൾ ഇവിടെ നോമ്പറക്കാൻ പോകുമല്ലോ. കാണിച്ചര ഞാൻ ഉമ്മാനോട് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട്. ഉമ്മാക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലാന്ന് കരുതാണ്. എന്തായാലും വന്നിട്ട് അവിടെ നിക്കല് നടക്കൂല. ഇങ്ങടെ പോരുട്ടോ. ഞാൻ എങ്ങനെയായാലും നൃത്തം ശരിയാവൂല ഉമ്മ, അവിടെ ഉമ്മ ഒറ്റക്കല്ലേ. പിന്നെ സെമിയും കുട്ടികളൊക്കെ നോമ്പറക്കാൻ വരുന്ന് പറഞ്ഞിരുന്ന ഇന്ന് എന്തായാലും വരൂല. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുള്ള ഈ കാരം. അപ്പൊ ഞാൻ അവിടെ വന്ന് നിക്കല് ശരിയാവില്ല. എനിക്ക് ഉമ്മാന്റെ അടുത്ത് നിൽക്കാൻ ഒരുപാട് പൂതിയുണ്ട് ഉമ്മ. എന്താണോ അവിടുത്തെ ഉമ്മാക്ക് എന്നെ തീരെ അങ്ങോട്ട് പറഞ്ഞയക്കണേന് തീരെ താല്പര്യമില്ല. എന്നെ നിർത്തൂല്ല, ഒന്നുമില്ല. ആ, ഒക്കെ ശരിയാവും എന്നല്ലെങ്കിൽ നാളെ. പഠിച്ചോ വലിയവനല്ലേ. എന്നാ ശരി ഉമ്മ, ഞാൻ വരണ്ടി വൈകുന്നേരം. പിള്ളേരെ സ്കൂളൊക്കെ വിട്ടിട്ടേ നല്ല രസാവൂല എല്ലാരും കൂടി. എന്നാ ശരി. ഓ, തമ്പുരാട്ടിന്റെ ഫോൺ വിളി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉമ്മാനോടുള്ള കൂർക്കൽ തന്നെയാണ്. ഉമ്മാനോടാണ് ആരുണ്ട് നോമ്പ് തുറക്കാൻ പോണാല. ഇന്നലെ മിഞ്ഞാന്നാണ് അവള് പോയി വന്നത്. നോമ്പ് തുറക്കാനാന്ന് പറഞ്ഞിട്ട് ഏടത്തിന്റെ അവിടെ പോയി വന്നത്. പിന്നെ ഇമ്മാന്റെ അടുത്തൊക്കെ നോമ്പ് തുറക്കാൻ പോണം. എന്താ ഇക്ക ഏടത്തി അഞ്ചത്തികളും ആരില്ലാഞ്ഞിട്ടാ ഞാൻ പോവാത്തത്? ഇതൊന്ന് പോണക്ക് കാണണം. ഇക്കാന്റെ സമ്മതം കിട്ടിയിരിക്കണെന്ന്. പിന്നെ ഇക്കാന്റെ സമ്മതം കിട്ടിയ മാത്രം പോവുള്ളൂ ഓള് ഇവിടുന്ന്. ഇന്റെ സമ്മതം ഒന്നും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ ഈ പെരന്റെ ഉള്ളിൽ മുത്തുമാരി? അമ്മായിമ്മ എന്നുള്ള പേരിനോ അതോ ഓന്റെ ഉമ്മ എന്നുള്ള പേരിനോ? എന്താ ഓളെ വർത്താനം? അനെ ഞാൻ നോമ്പറപ്പിക്കല് നല്ല പറഞ്ഞയച്ചു തരാം. ഈ ഒരു ഒന്നൊന്നരാട് ഈ പോക്കന്നെ. 1-2 പൈസയാണ് വണ്ടിക്ക്. ഇഞ്ഞാന്ന 4-ാം നാളായിട്ടാണ് ഇപ്പൊ ഓളെ ഏടത്തിനോടെ പോയി നോമ്പറന്ന് വന്നത്. ഇതൊക്കെ എന്റെ മക അവിടെ അന്യനാട്ടിൽ കിടന്ന് നയിക്കുന്ന പൈസയാണ്. ആ ചിന്ത ഒന്നും ഓൾക്കിപ്പോ എന്താ, മാസാമാസം പൈസ ഇട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടോള് അങ്ങനെ വല്ലാതെ പറപ്പിച്ച. ഓ, വരുന്നുണ്ട് തമ്പുരാട്ടി എഴുന്നള്ളിട്ട്. എങ്ങനെയാപ്പത്? ആടി ഭയങ്കര വേദനയാണ് മോളെ. എന്ത് വേദനയാണെന്ന് അറിയോ? കാലും കയ്യും മേലൊക്കെ ഭയങ്കര വേദനയാണ്. എങ്ങനെയാണ് ഞാൻ ഈ വേദനയും വെച്ചിങ്ങാണ്ട് നടക്കലാണാവോ? കാലുവേദന? മാക്ക് ഇത്രയും കാലമായിട്ട് ഒരു കാലുവേദനയും മേലുവേദന ഇല്ലല്ല. ഒരു പ്രഷറും ഷുഗറും പോലും ഇല്ല. പിന്നെ അങ്ങനെ അങ്ങനത്തെ സൂക്കണേ. അത് പോക്കിഞ്ഞ് നടക്കൂലാണോ? എൻ്റെ ഉമ്മാക്കാണെങ്കിൽ വാക്കും കൊടുത്ത്. എന്തായാലും പറഞ്ഞു നോക്കാം. എനിക്ക് ആലോചിച്ചൂടാ. ഒന്ന് നീച്ച് നിൽക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയണില്ല. അത്രക്കുള്ള വേദന ഉണ്ട്. ഓ, ആരോട് പറയാൻ എന്റെ വേദന ഒക്കെ? ആരാ പിന്നെ വേദനയും വരുത്തൊക്കെ കാണുന്നത്? ആരും കാണില്ല. എല്ലാരും സ്വന്തം കാര്യല്ലേ. ഊരമൊന്നും ഇങ്ങോട്ട് കടഞ്ഞിറങ്ങാണ്. ഞെരുമ്പ് വലിഞ്ഞതാണോ ഉളുക്കിയതാണോ ഒന്നും അറിയില്ല. ഞാൻ പിന്നെ വിളിക്കട്ടൊക്കെ, വർത്താനം പോലും പറയാൻ എന്നോട് വയ്യ. അല്ല, ഇത് കൊറേ നേരമായാലും പുറത്തേക്ക് ഫോണും കൊണ്ട് പോയിട്ട്. ആരെയിന്ന് ഓനെ വിളിച്ചിരുന്നത്? ആ ഫ്രിഡ്ജിമ അതാ വെള്ളം ഒന്നായിട്ട് ഒലിച്ചിക്കണ. ഇന്നലെ കറണ്ട് പോയിട്ടുള്ളതാണത്. ആ ഫ്രിഡ്ജ് ഓഫ് ആയപ്പോ അതൊക്കെ ഒന്ന് തുടച്ച് നേരാക്ക്. ഈ ഫോണുമ്മ തന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാതെ. അത് ഉമ്മന്റെ പെരേന്ന് വിളിച്ചതേന്ന്. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടേ ഇമ്മ വിളിച്ചതേന്ന്.
ആ അത് ഞാൻ തുടച്ചോളാം. ഞാൻ എല്ലായിടത്തും തുടക്കാൻ പോകുമല്ലോ, അപ്പൊ ഞാൻ ചെയ്തോണ്ട്. എവിടക്ക് പോണ് ഇജല്ല ഇന്നലെ മിഞ്ഞാന്നേറ്റ് അന്റെ ഏടത്തിന്റെ കൂടെ പോയി നോമ്പറന്ന് വന്നത്. ഇനി ഇന്ന് നോമ്പറക്കാൻ പോവന്നെ? അല്ല, ഇവിടുത്തെ മാരിക്കനല്ലേ അവിടെ നോമ്പ് തുറ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ തരിക്കഞ്ഞിയും ഈ പത്തിരി, ഒന്നല്ലെങ്കിൽ ബിരിയാണി, ഒന്നല്ലെങ്കിൽ നെയ്ച്ചോറ്, ഈ ഒരു നോമ്പ് തുറന്നല്ല എൻ്റെ ഓടി. പിന്നെ അതിനായിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇച്ച് വണ്ടിയും വലിച്ചിങ്ങോട്ട് പോവാൻ നിക്കണം. ഇജിപ്പോ പോവൊന്നും വേണ്ട. ഇക്ക് ഊരി മേലൊക്കെ വേദനിക്കണ്ട്. ഇച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റക്കോ? ഇമ്മ അത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരാരെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാന്ന് പറയുമ്പോൾ അതൊരു ഇതന്നെയല്ലേ ഉമ്മ. പിന്നെ ഞാൻ ഇന്നെ വരും നോമ്പ് തുറന്നിട്ട്. അവിടെ നിക്കൂല. ഇജ്ജ് പോയിട്ടൊന്നും വരണ്ട, നാളെ വരണ്ട, അതിന് നിക്കണ്ടല്ലോ. പോവാതിരുന്നാ പോരെ. എന്നാ പോയിട്ട് ഇന്ന് വരും വൈകുന്നേരം, നാളെ വരുന്ന് പറയാൻ നിക്കണ്ടല്ലോ. പോവാതിരുന്ന പ്രശ്നം തീർന്നു. അതല്ലേ ഏറ്റവും നല്ലത്. ഞാൻ ഇക്കാനോട് ചോദിച്ചീന്ന്. ഇക്കാനോട് ചോദിച്ചില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ. അന്റെ ഇക്ക മാത്രമേ ഉള്ളൂ എനിക്ക്? അന്റെ ഇക്ക മാത്രം മതി എനിക്ക് ജീവിതകാലം മുഴുവൻ? പിന്നെ ഞാൻ എന്തിനീ പെരന്റെ ഉള്ളിൽ മുദ്ദുമാരി നിക്കണത്? എന്നോട് ചോദ്യം പറച്ചിലും ഒന്നും. നിങ്ങളെ ഇഷ്ടത്തിന് പോവുക വരിക. പിന്നെ ഞാൻ എന്തിനീ പെരന്റെ ഉള്ളിൽ മുദ്ദുമാരി? ഇതിപ്പോ തൽക്കാലം എവിടേക്കും പോവാൻ നിൽക്കുക? അങ്ങനൊന്നും അല്ല ഉമ്മ. ഞാൻ ഇമ്മാനോടും കൂടി ചോദിക്കാച്ചിട്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ ഉമ്മ വിളിച്ചത്. ഉമ്മാനോട് വരാന്നും പറഞ്ഞ്. അതെ, അല്ലാതെ ഇജി എന്നോട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചാലും നാളെ പറയാൻ ഉദ്ദേശിച്ചാലും ഇജിപ്പൊ ഒന്ന് പോവാൻ നിക്കണ്ട. ഇക്കേ ഊരും മേലും കൈയൊക്കെ ഭയങ്കര വേദന ഉണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എന്നോട് പോവണ്ടെന്ന് പറഞ്ഞു. ഇക്ക് എന്താണ് ആ മേലൊക്കെ നല്ലോണം വേദനയും വരുത്തുണ്ട്. പനി വരാനാണോ നീരിറക്കാണോ എന്താണോന്ന് അറിയില്ല. അതാണ് എളിമയും കൂടി വിളിച്ചപ്പോ എളിമാനോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല. അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല പോണേന്. ഇജിപ്പോ എന്റെ ഉമ്മാന്റെ കൂടെ പോയി നോമ്പ് തുറന്ന് കിടിച്ചിട്ട് എനിക്കൊന്നും വരാനില്ല. പക്ഷെ എനിക്ക് മേലും കൈ വേദനിച്ചിട്ട് തീരെ നിക്കാൻ വയ്യ. ചിലപ്പോ ഇന്ന് സെമിയും കുട്ടികളും വരികക്കാരും കൊണ്ട് നോമ്പറക്കാൻ. ഓളിന്ന് രാവിലെ വിളിച്ചറിഞ്ഞിരുന്നു. പിന്നെ ഓള് വരുമ്പോൾ ഓൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? ഈ വയ്യാത്ത ഞാൻ എങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കാനാണ്? ഇജ്ജ് അത് പറയും. ഇല്ലമ്മ, ഞാൻ പോണില്ല. ഞാൻ പോവാതിരുന്ന അമ്മക്ക് സമാധാനാവല്ലോ. ഇമ്മക്ക് ഇത്രയും നേരം ഇല്ലാത്ത കാലുവേദനയും കൈവേദനയാണ്. ഞാൻ ഇപ്പൊ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും ദിവസം ഉമ്മാക്ക് ഒരു കാലുവേദന ഇല്ല, കൈവേദന ഇല്ല. ഇപ്പൊ ഉമ്മാക്ക് പെട്ടെന്നൊരു കാലുവേദനയും കൈവേദനയും. അത് ഞാൻ പോണേനുള്ളതെന്നൊക്കെ മനസ്സിലാക്കി. ഞാൻ പോവാതിരുന്നാ പോരെ, എന്നാ ഉമ്മാക്ക് സമാധാനാവൂലേ? അതല്ലേ ഉമ്മാക്ക് വേണ്ടത്? ഇജി ഇതിന് മാത്രം പൂങ്കണ്ണീര് വെച്ചുകാണ്ട് വർത്താനം പറയാനിപ്പ ഞാൻ എന്നോട് എന്തെന്നാ പറഞ്ഞത്? എൻ്റെ അടുക്ക് പോണ്ടാന്നോ? ഇക്ക് വെയ്യാഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അടുക്ക് പോണ്ടാന്നുള്ളത്? വേറെ എന്തുകൊണ്ടോ പറഞ്ഞത്? എന്താ ഞാൻ കൽപ്പിച്ചുട്ടി കാട്ടണ മാരിക്കാണല്ലോ എൻ്റെ വർത്താനം? ഇല്ലമ്മ, ഞാൻ പോണില്ല. അല്ലേലും വന്നു കയറി പെണ്ണുങ്ങൾക്കേ ഒരടിമയാണല്ലേ വന്നു കയറി പെണ്ണുങ്ങളൊക്കെ. ഈ പെരൻ്റെ ഉള്ളത്തെ പണിയെടുക്കണം. അവർക്ക് പിന്നെ സ്വന്തം ഉമ്മാനിലൊന്നും അധികാരമില്ല. അതൊക്കെയാണല്ലോ നിങ്ങളൊക്കെ വിചാരം. ഞാൻ പോണില്ല. അല്ല, സെമിയല്ലേ പറഞ്ഞിരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നുള്ളത്? പിന്നെന്താ ഓള് ഇന്ന് തന്നെ വരാന് തീരുമാനിച്ചേ? ഓ, അപ്പൊ എല്ലാരും കൂടി ഒത്ത പരിപാടിയാണല്ലേ? ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. അല്ലേലും ഞാനിവിടുത്തെ ഒരു വേലക്കാരിയാണല്ലോ. നീ എന്ന് കണ്ടതാന്നറിയ എൻ്റെ ഉമ്മാനെ? കുറെ ദിവസമായി എൻ്റെ ഉമ്മാനെ കണ്ടിട്ട്. എൻ്റെ ഉമ്മാക്കൊന്ന് വിളിച്ചാൽ പോലും ഉമ്മാക്ക് സംശയം ഞാൻ ഇവിടുത്തെ കുറ്റം പറയാനാണ് വിളിക്കണത്. ശരിയാണ്, മിഞ്ഞാന്ന് ഞാൻ എൻ്റെ ഏടത്തിൻ്റെ കൂടെ തറക്കല്ലിൽ പോയി. ഇമ്മാനെ ഞാൻ കുറെ വിളിച്ചില്ല, എൻ്റെ കൂടെ പോരിമ്മ പോരിമ്മാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ വന്നില്ല. അപ്പൊ ഉമ്മ എന്താ പറഞ്ഞത്? ഞാൻ ഇല്ല, ഇക്ക് വന്ന കൊയക്കാവുന്നല്ല പറഞ്ഞത്. അത് അന്ന് അവിടെ നിന്നിട്ടൊന്നും ഇല്ലമ്മ. പറഞ്ഞ പാടിന് ഞങ്ങോട്ട് പോന്നില്ല. അവരെ കൂടെ നല്ലപോലെ നിൽക്കാനും കൂടി പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഇന്നിങ്ങോട്ട് വരാന്ന് കരുതിയിരുന്നു. ഞാൻ പോണില്ല. എൻ്റെ ഉമ്മാരോട് ഞാൻ വിളിച്ചറിഞ്ഞോളെ ഞാൻ വരണില്ലാന്നുള്ളത്. ചിലപ്പോ എൻ്റെ വിധി അതാവും. അല്ലേലും വേലക്കാരികളെന്നും വേലക്കാരിയാണ്. കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തം പെരയ്ക്ക് പോകാൻ പാടില്ല, സ്വന്തം ആങ്ങളാരോട് വിളി പാടില്ല, ഇമ്മാക്ക് വിളി പാടില്ല, ആരോടൊരു ബന്ധം പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർന്നിരിക്കണം.
ഞാൻ പോണില്ല. പോരമ്മാക്ക്. ഓ തമ്പുരാട്ടിക്ക് പറ്റിയിട്ടില്ല തോന്നുന്നു. കുറച്ചാണ്ട് പൂവും കണ്ണീരാണ്ട് ഒഴുക്കിക്കാളാം. കുറച്ച് കഴിഞ്ഞാണ്ട് ഉണങ്ങി പോയിക്കോളും. പൂവും കണ്ണീരോളൊരു നോമ്പ് തുറക്കാൻ പോക്ക്.